നമുക്ക് വൈകുന്നേരം ഇച്ചിരി മുളക് ബജ്ജി ഉണ്ടാക്കാവേ. ഉണ്ടാക്കിയേക്കാം. 2-3 ബജ്ജി മുളക് ഇരിപ്പുണ്ട്, നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. സാധാരണ എല്ലാ മാവും നമ്മൾ കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കൂടി വരും. പക്ഷെ കടലമാവ് മാത്രം നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറഞ്ഞു പോകും. അതെന്നാ ഇടപാടാ. അപ്പോഴേ ചേട്ടാസിന് ഇത് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അവനായിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ നല്ലപോലെ ഇരുന്ന് പാക്ക് ചെയ്തോളൂല്ലോ. മുളക് കീറി കൊടുക്കാം. ഇതുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിട്ട് ചെന്നപ്പോൾ കൊച്ചച്ഛൻ തന്നുവിട്ട കത്തിയെ, കൊച്ചച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു പുതിയ കത്തിയെ, തന്നുവിട്ട കത്തിയെ. സൂപ്പർ കത്തിയാ കേട്ടോ. പെട്ടെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പോകും. അത് പറഞ്ഞിട്ടാ കൊച്ചച്ഛൻ തന്നു വിട്ടത്, കൈ മുറിച്ചേക്കല്ലെന്ന്. നല്ല കത്തി, അതുകൊണ്ട് ഇന്നലെയൊക്കെ നല്ല എളുപ്പമായിരുന്നു കറിക്കരിയെ. ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചയ്ക്ക് മാറ്റി വെച്ചോ. അച്ചയ്ക്ക് എടുത്ത് വെക്കണം. പിന്നെ കടിഞ്ചായ, ബജ്ജി, പിന്നെ ഞാനിതിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സവോള മുളകും വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് സെറ്റാണല്ലോ. ഉപ്പ് നീര ഒഴിച്ചത്. കഴിച്ചേക്കാല്ലേ. കഴിച്ചിട്ടിനി നമുക്ക് കുറച്ച് മീനച്ചാർ വെക്കാം. മീൻ കുറച്ചിരിപ്പുണ്ട്, നമുക്കത് കൊണ്ടൊരു മീനച്ചാർ ഉണ്ടാക്കാം. ഇപ്പം കുറേ ദിവസം ഇരിക്കുമല്ലോ. പാക്കിങ്ങിലേക്ക് കിടക്കാം. എണ്ണ ചൂടായതുകൊണ്ടേ ഞാൻ മീൻ ഇടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത് എല്ലാ മസാലയൊക്കെയാ പുരട്ടിയേക്കുന്നേ. മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ പുരട്ടി ഒരു അരമണിക്കൂറായി ഇത് വെച്ചിട്ട്. ഇത് കേരമീൻ. ഇതിനെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാനിത് വറുത്ത് കോരുമ്പോഴേക്കുവേ അച്ചാറിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ അരിഞ്ഞോളാം. ഓരോ ട്രിപ്പ് വറുത്ത് കഴിയുമ്പോഴും കുറച്ച് വെച്ച് കാണാതെ അതെനിക്കറിയാവേ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ചേട്ടാച്ചൻ പാക്ക് ചെയ്യാൻ പോയെന്ന് നോക്കി പോയി. എന്നിട്ട് ഇതും കൂടെ ഒന്ന് പൊളിച്ചു തരണേ. കഴിഞ്ഞു കോപ്പിയുടെ പണി. ഇതിപ്പം 9 കിട്ടുന്നു, 10ാമത്തെ. ഇതാണ് പുതിയ പാക്കറ്റ് വന്നത്. ഇത് 250 ഗ്രാമിന്റെ പുതിയ പാക്ക്. നല്ല കളറല്ലേ, നല്ല സാധനം. ഇവിടെ അറിയാലോ എന്നാ സാധനം എന്നുള്ളത്. അത് നോർമൽ വരുന്ന ക്രാഫ്റ്റ് പേപ്പറിന്റെ. ഇത് ക്രാഫ്റ്റ് പേപ്പർ അല്ല സാധനം. ഇവിടെ ഒരു കോട്ടിങ് ചെയ്യുന്നുണ്ട്, നനഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഓ, ഇതിനെയും മറ്റേ നമ്മൾ ആമസോൺ കവറിനകത്ത് കൂടെ ഇടുവല്ലേ അഡ്രസ് എഴുതാൻ. സേഫ്റ്റി പാക്കിങ്ങിലൂടെ ആക്കിയിട്ട് അയക്കും. പിന്നെ കുറച്ച് പച്ചമഞ്ഞൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഉണക്കിയിട്ട് പൊടിക്കണം. അത് ഉണക്കി പൊടിക്കണം. എങ്ങനെ ഉണക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ അത് നല്ലപോലെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ അരിഞ്ഞ് വേണമെങ്കിൽ ഉണങ്ങാം. പക്ഷെ അല്ലാതെ അരിഞ്ഞുണങ്ങിയാൽ കുറച്ച് ദിവസം ഇരിക്കത്തില്ല, പെട്ടെന്ന് അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് പുഴുങ്ങിയിട്ട് ഉണങ്ങാം. വെയിൽ വേണം. ഇന്നൊക്കെ ഒരു മൂടലല്ലായിരുന്നോ, നല്ലതായിട്ട് വെയിൽ തെളിയുന്ന ദിവസം നമുക്കത് പുഴുങ്ങാം. മീനെല്ലാം വറുത്ത് കോരി എടുത്തു. ഇനി അതിൻ്റെ അളവ് കുറയുന്നതിന് മുമ്പ് നമുക്ക് അച്ചാറിടാം കേട്ടോ. അത് മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ ഇടുന്നതേ. മീൻ വറുത്ത എണ്ണ കുറച്ച് ആദ്യം ഉലുവായിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ കടുകും കൂടി ഇടാവേ. കടുക് ഉലുവയും പൊട്ടട്ടെ. നമുക്ക് ഇത് നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തേക്കാം. വഴറ്റിയെടുക്കാം. ആദ്യം ഏതിടും? ആദ്യം വെളുത്തുള്ളി ഇടാം. ഇഞ്ചി തന്നെ ഇടാം അല്ലേ. നമുക്കിതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്തേ, അല്ലെങ്കിൽ ചിലപ്പം പൊടി കരിഞ്ഞ് പോയെങ്കിലോ എന്നൊരു പേടി. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മീൻ കഷ്ണം കൂടി പെറുക്കിയിടാം. നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേവിക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി മീനച്ചാറിനുണ്ടല്ലോ ചാറ് ഇതും കഷ്ണം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി വെക്കുക. വിനാഗിരി ഒഴിച്ച്. അപ്പം ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറച്ചെടുത്തിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി മീൻ കഷ്ണത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇത് കുറച്ച് ദിവസത്തേനൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തില്ല. അല്ല കുഞ്ഞേ, നമുക്ക് ഇട്ടേ പോപ്പി കുടഞ്ഞിട്ടോ. നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം അല്ലേ. മാറ്റിക്ക്, അത് ആ പാത്രം മാറ്റിക്ക്.
കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇളക്കി സെറ്റാക്കി കൂടുതലാണ് ഏതാ മീനോ അതിപ്പോൾ സെറ്റായിക്കോളും. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ടിന്നിനകത്തോട്ട് കോരിയിടാം. അത് പൊട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ചോപ്പർ ഇന്നലെ വാങ്ങിച്ചത്. മറ്റേതിൻ്റെ അത്രയും വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, എളുപ്പമുണ്ടല്ലോ അരിയാൻ. ഇതെന്നാ നാളത്തേനുള്ളതാ? നാളത്തേനുള്ള ബീട്രൂട്ട് തോരൻ. ആ, അരി നോക്കുവാണെങ്കിലേ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ. പച്ച വന്നിട്ടുണ്ട്, നമുക്ക് മുളക് ബജി കൊടുക്കാം. ഇത് കൊള്ളാലോ. മുളക് ബജിക്ക് മുളക് തന്നെയാണോ കറി? അതൊക്കെ അമ്മയുടെയാണ്. മുളക് ബജിയുടെ ചട്നിയാണ്. ചട്നി തണുത്തോ ഇല്ലല്ലോ? കമ്പത്തെ മുളകല്ലേ? അതെ, തണുത്തോ ഇല്ലല്ലോ? തണുത്ത് പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ചൂട് ചോറ് കാലത്തിൻ്റെ മേളിലോട്ട് തന്നെ വെച്ചിരുന്നു. ചൂടില്ലേ? കൊള്ളാം. ഇന്നൊരു സ്പെഷ്യൽ ചൊവ്വാഴ്ചയായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞുങ്ങളെ കമ്പം പോയി. നിങ്ങൾ കമ്പത്തിന് പോയായിരുന്നല്ലോ. നിങ്ങൾ എന്നിട്ട് ചന്തയിൽ കയറിയില്ലല്ലോ. അതിന് സമയം കിട്ടിയ. പിന്നെ വേറെ അമ്മ മീനച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. മീനച്ചാർ ഉണ്ടോ? നമ്മുടെ സൂപ്പർ മീനച്ചാർ. അതെ, തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കിട്ടുവേ. പക്ഷേ ഇത് ഒത്തിരി ദിവസം വെച്ചേക്കാനില്ലല്ലോ, നാളെ തീരുവല്ലേ? തീരും. അതുകൊണ്ട് ഉണ്ടെന്ന് നോക്കിയേ ഇരിക്കണം. നാളെയൊക്കെ ആകുമ്പോഴേ എല്ലാം ഇതേ പിടിക്കുള്ളൂ. അരപ്പ് ഉപ്പുണ്ടോ? ഉപ്പും എരിവും പുളിയും വിനാഗിരി എല്ലാം ഉണ്ട്. ആ, വിനാഗിരിയുടെ പുളി കൂടുതലുണ്ടോ? ഇല്ല, നാളെയാണ് ഇത് കറക്റ്റ് ഇതാണെങ്കിൽ. എന്നാണല്ലോ ഇത് കൂട്ട് 2 പീസ് ഉണ്ടെങ്കിൽ. ആ, ഇതൊരാഴ്ചയുള്ള കറിയാട്ടോ. ഒരാഴ്ച ഇനി മീനില്ല, തോരനും ചാറും മാത്രം വെക്കും. കഴിക്കാടാ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.